Hi, Threshold, a poem written by Ocean Vuong. ഈ കവിതയിൽ നിന്നുള്ള എസ്സേസ് നമുക്ക് നോക്കാം. Friends, here is essay question number 1. Analyze how specific word choices, structure and poetic elements shape the poem's depiction of emotional and psychological growth through engaging with art. നിർദ്ദിഷ്ട വാക്കുകളുടെ തിരഞ്ഞെടുപ്പുകളും ഘടനയും കാവ്യാത്മക ഘടകങ്ങളും കവിതയുടെ വൈകാരികവും മനഃശാസ്ത്രപരവുമായ വളർച്ചയുടെ ചിത്രീകരണത്തെ കലയുമായി ഇടപഴകുന്നതിലൂടെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്ന് ഒന്ന് വിശകലനം ചെയ്യാമോ? ഇതാണ് ചോദ്യം. Here is the answer. Paragraph number 1. In Threshold, Ocean Vuong employs specific word choices, structure and poetic elements to craft a powerful depiction of emotional and psychological growth through engaging with art. ഈ കവിതയിൽ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന മാതിരി കലയുമായി ഇടപഴകുന്നതിലൂടെ വൈകാരികവും മനഃശാസ്ത്രപരമായ വളർച്ചയുടെ ശക്തമായ ഒരു ചിത്രീകരണം രൂപപ്പെടുത്തുന്നതിന് പ്രത്യേകം തിരഞ്ഞെടുത്ത പദങ്ങളും ഘടനയും കാവ്യാത്മക ഘടകങ്ങളും കവി ഉപയോഗിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. Now, paragraph number 2. Vuong's careful selection of words creates vivid imagery that immerses the reader in the sensory experience of the poem. വൂങ് കവിതയ്ക്ക് വേണ്ടി വാക്കുകൾ അതിസൂക്ഷ്മമായാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് വായനക്കാരനെ കവിതയുടെ പ്രത്യേക ഇന്ദ്രിയ അനുഭവത്തിൽ മുഴുകുന്ന ഉജ്ജ്വലമായ വാങ്മയ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നു. ഫോർ ഇൻസ്റ്റൻസ്, ദ ഫ്രേസ് ഗിറ്റാർ സ്ട്രിങ്സ് സ്നാപ്പിംഗ് ഓവർ ഹിസ് ഗ്ലോബ്ഡ് ഷോൾഡേഴ്സ് ഇവോക്സ് ദ സൗണ്ട് ഓഫ് മ്യൂസിക്. ഉദാഹരണത്തിന്, ഗിറ്റാർ സ്ട്രിങ്ങുകൾ അവൻ്റെ ഗോളാകൃതിയിലുള്ള തോളിൽ പതിക്കുന്നു എന്ന വാചകം സംഗീതത്തിൻ്റെ ശബ്ദമുണർത്തുന്നു. ഇറ്റ് ഓൾസോ conjures a visual image of the singing man, enhancing the emotional impact. ആ നിമിഷത്തിൻ്റെ വൈകാരിക ആഘാതം വർദ്ധിപ്പിച്ച് പാടുന്ന മനുഷ്യൻ്റെ ഒരു വിഷ്വൽ ഇമേജും ഇത് നൽകുന്നു. ഇതാണ് രണ്ടാമത്തെ പാരഗ്രാഫ്. Now, take a look at paragraph number 3. The structure of the poem, with its progression from observation to introspection, mirrors the narrator's journey of self-discovery. നിരീക്ഷണത്തിൽ നിന്ന് ആത്മപരിശോധനയിലേക്കുള്ള പുരോഗമനത്തോടു കൂടിയ കവിതയുടെ ഘടന കവിയുടെ സ്വയം കണ്ടെത്താനുള്ള യാത്രയെ പ്രതിഫലിപ്പിക്കുന്നു. Initially, the speaker watches the singing man from a distance, but as the poem unfolds, he becomes increasingly introspective, delving into his own emotional response to the music. തുടക്കത്തിൽ പാടുന്ന മനുഷ്യനെ കവി അല്പം അകലെ നിന്ന് വീക്ഷിക്കുന്നു. എന്നാൽ കവിത പുരോഗമിക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ ആത്മപരിശോധന നടത്തുകയും സംഗീതത്തോടുള്ള തൻ്റെ വൈകാരിക പ്രതികരണത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യുന്നു. This structural shift underscores the theme of personal growth and transformation. ഈ ഘടനാപരമായ മാറ്റം വ്യക്തിഗത വളർച്ചയുടെയും പരിവർത്തനത്തിൻ്റെയും പ്രമേയത്തിന് അടിവരയിടുന്നു. ഇതാണ് മൂന്നാമത്തെ പാരഗ്രാഫ്. Now, friends, take a look at paragraph number 4. Poetic elements such as metaphor and symbolism further enrich the poem's exploration of emotional and psychological growth. രൂപകം, പ്രതീകാത്മകത തുടങ്ങിയ കാവ്യഘടകങ്ങൾ കവിതയുടെ വൈകാരികവും മാനസികവുമായ വളർച്ചയെ കൂടുതൽ സമ്പന്നമാക്കുന്നു. The metaphor of music, filling me to the core like a skeleton, conveys the profound impact of the experience on the narrator's innermost self. ഒരു അസ്ഥികൂടം പോലെ
എന്നെ ഉൾക്കാമ്പിലേക്ക് നിറയ്ക്കുന്നു എന്ന സംഗീതത്തിൻ്റെ മെറ്റഫർ അഥവാ രൂപകം കവിയുടെ ഉള്ളിലെ അനുഭവത്തിൻ്റെ ആഴത്തിലുള്ള സ്വാധീനമറിയിക്കുന്നു. അഡീഷണലി ദ ത്രഷോൾഡ് സെർവ്സ് ആസ് എ പവർഫുൾ സിംബൽ ഓഫ് ട്രാൻസിഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. കൂടാതെ ത്രഷോൾഡ് എന്നത് പരിവർത്തനത്തിൻ്റെയും രൂപപരിണാമത്തിൻ്റെയും ശക്തമായ പ്രതീകമായി വർത്തിക്കുന്നു. ഇറ്റ് റിപ്രസെൻറ്റ്സ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ദ മണ്ടെയിൻ ആൻഡ് ദ ട്രാൻസെൻഡൻറ്റ്. ഇത് ലൗകികവും മറുലോകവും തമ്മിലുള്ള അതിർത്തിയെ പ്രതിനിധീകരിക്കുന്നു. ഇതാണ് 4ാമത്തെ പാരഗ്രാഫ്. നൗ ടേക്ക് എ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് പാരഗ്രാഫ്. ഇൻ കൺക്ലൂഷൻ, through his meticulous word choices, thoughtful structure and adept use of poetic elements, Wung creates a deeply moving portrayal of emotional and psychological growth through engagement with art in Threshold. അവസാനമായി കവിയുടെ അതിസൂക്ഷ്മമായ വാക്കുകളുടെ തിരഞ്ഞെടുപ്പുകൾ, ചിന്താശേഷിയുള്ള ഘടന, കാവ്യാത്മക ഘടകങ്ങളുടെ സമർത്ഥമായ ഉപയോഗം എന്നിവയിലൂടെ ത്രഷോൾഡ് എന്ന കവിതയിലെ കലയുമായുള്ള ഇടപഴകലിലൂടെ വൈകാരികവും മാനസികവുമായ വളർച്ചയുടെ ആഴത്തിലുള്ള ഒരു വാങ്മയ ചിത്രം വൂങ് എന്ന കവി സൃഷ്ടിക്കുന്നു. The poem invites readers to reflect on the transformative power of beauty and the profound impact it can have on individual identity and understanding. സൗന്ദര്യത്തിൻ്റെ പരിവർത്തന ശക്തിയെക്കുറിച്ചും വ്യക്തിത്വത്തിലും ധാരണയിലും അത് ചെലുത്തുന്ന ആഴത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചും ചിന്തിക്കാൻ കവിത വായനക്കാരെ ക്ഷണിക്കുന്നു. ഇതാണ് ഉത്തരം. Now friends, essay question number 2. Look at the question. Threshold suggests that moments of intense beauty and understanding can irreversibly change one's perspective. Discuss. തീവ്രമായ സൗന്ദര്യത്തിൻ്റെയും ധാരണയുടെയും നിമിഷങ്ങൾക്ക് ഒരാളുടെ കാഴ്ചപ്പാട് എന്നേക്കുമായി മാറ്റാൻ കഴിയുമെന്ന് ത്രഷോൾഡ് എന്ന കവിത സൂചിപ്പിക്കുന്നു. ഇത് ഒന്ന് ചർച്ച ചെയ്യാമോ? ഇതാണ് ചോദ്യം. പാരഗ്രാഫ് നമ്പർ 1. Threshold by Ocean Vuong vividly illustrates how moments of intense beauty and understanding can profoundly change one's perspective in an irreversible manner. തീവ്രമായ സൗന്ദര്യത്തിൻ്റെയും ധാരണയുടെയും നിമിഷങ്ങൾക്ക് ഒരാളുടെ വീക്ഷണത്തെ എന്നേക്കുമായി എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് ഓഷൻ വൂങ്ങിൻ്റെ ത്രഷോൾഡ് എന്ന കവിത വ്യക്തമായി ചിത്രീകരിക്കുന്നു. ത്രൂ ദ നാരേറ്റേഴ്സ് എൻകൗണ്ടർ വിത്ത് ദ സിംഗിങ് മാൻ, ദ പോം എക്സ്പ്ലോർസ് ദ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ആർട്ട് ടു ഷിഫ്റ്റ് പെർസെപ്ഷൻസ് ആൻഡ് കാറ്റലൈസ് പേഴ്സണൽ ഗ്രോത്ത്. പാടുന്ന മനുഷ്യനുമായുള്ള കവിയുടെ കണ്ടുമുട്ടലിലൂടെ ധാരണകളെ മാറ്റാനും വ്യക്തിഗത വളർച്ചയെ ഉത്തേജിപ്പിക്കാനുമുള്ള കലയുടെ ശക്തിയെ ഈ കവിത അന്വേഷണ വിധേയമാക്കുന്നു. ഇതാണ് 1ാമത്തെ പാരഗ്രാഫ്. ടേക്ക് എ ലുക്ക് അറ്റ് പാരഗ്രാഫ് നമ്പർ 2. Initially, the narrator observes the singing man with curiosity and awe, but as the poem progresses, his experience deepens. തുടക്കത്തിൽ നമ്മുടെ കവി പാടുന്ന മനുഷ്യനെ കൗതുകത്തോടെയും വിസ്മയത്തോടെയും നിരീക്ഷിക്കുന്നു. പക്ഷേ കവിത പുരോഗമിക്കുമ്പോൾ അവൻ്റെ അനുഭവം ആഴമേറിയതായി മാറുന്നു. ഹി ബിക്കംസ് ഇൻക്രീസിംഗ്ലി ഇൻട്രോസ്പെക്റ്റീവ്. അദ്ദേഹം കൂടുതൽ ആത്മപരിശോധന നടത്തുന്നതായി കാണാൻ സാധിക്കും. ദ ഇമേജറി ഓഫ് ദ സിംഗിങ് മാൻസ് വോയിസ് ഫില്ലിംഗ് മീ ടു ദ കോർ ലൈക്ക് എ സ്കെലിറ്റൺ സജസ്റ്റ് എ ട്രാൻസ്ഫോർമേറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദ നാരേറ്റേഴ്സ് ഇന്നർമോസ്റ്റ് സെൽഫ്. ഒരസ്ഥികൂടം പോലെ എന്നെ ഉൾക്കാമ്പിലേക്ക് നിറയ്ക്കുന്ന
പാടുന്ന മനുഷ്യൻ്റെ ശബ്ദത്തിൻ്റെ ഇമേജറി കവിയുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം സൂചിപ്പിക്കുന്നു. ദിസ് മൂമെൻറ്റ് മാർക്സ് എ ത്രഷോൾഡ്, എ ബൗണ്ടറി ബിറ്റ്വീൻ ദി ഓർഡിനറി ആൻഡ് ദി എക്സ്ട്രാ ഓർഡിനറി, വെയർ ദ നാരേറ്റേഴ്സ് പെർസ്പെക്റ്റീവ് ഈസ് ചേഞ്ച്ഡ് ഫോർ എവർ. ഈ നിമിഷം ഒരു ത്രഷോൾഡ് അടയാളപ്പെടുത്തുന്നു. സാധാരണവും അസാധാരണവും തമ്മിലുള്ള അതിർവരമ്പാണത്. അവിടെ കവിയുടെ വീക്ഷണം എന്നേക്കുമായി മാറി മറിയുന്നു. Now, paragraph number 3. Moreover, the poem emphasizes the cost of such transformative experiences. മാത്രമല്ല, ഇത്തരം പരിവർത്തന അനുഭവങ്ങളുടെ വിലയാണ് കവിത ഊന്നിപ്പറയുന്നത്. The narrator reflects on the sacrifice and the loss inherent in embracing moments of profound beauty. അഗാധമായ സൗന്ദര്യത്തിൻ്റെ മുഹൂർത്തങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ അന്തർലീനമായ ത്യാഗത്തെയും നഷ്ടത്തെയും കവി പ്രതിഫലിപ്പിക്കുന്നു. This suggests that while these experiences are invaluable, they also come with a price. ഈ അനുഭവങ്ങൾ വിലമതിക്കാനാവാത്തതാണെങ്കിലും അവയ്ക്കും ഒരു വിലയുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇറ്റ് ചാലഞ്ചസ് ദ നാരേറ്റർ ടു റെക്കൺസൈൽ ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ ഇമോഷൻ ആൻഡ് ദ സാക്രിഫൈസസ് റിക്വയർഡ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്. മനുഷ്യവികാരങ്ങളുടെ സങ്കീർണതകളെയും വ്യക്തിത്വ വളർച്ചയ്ക്ക് ആവശ്യമായ ത്യാഗങ്ങളെയും സമന്വയിപ്പിക്കാൻ അത് കവിയെ വെല്ലുവിളിക്കുന്നു. Now, take a look at the last paragraph. In this way, Threshold poignantly demonstrates that moments of intense beauty and understanding can indeed irreversibly change one's perspective. തീവ്രമായ സൗന്ദര്യത്തിൻ്റെയും ധാരണയുടെയും നിമിഷങ്ങൾക്ക് ഒരാളുടെ കാഴ്ചപ്പാട് എന്നേക്കുമായി മാറ്റാൻ കഴിയുമെന്ന് ഈ രീതിയിൽ ത്രഷോൾഡ് എന്ന കവിത ശക്തമായി തെളിയിക്കുന്നു. ത്രൂ ഇറ്റ്സ് എക്സ്പ്ലോറേഷൻ ഓഫ് ദ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ആർട്ട്, ദ പോം ഇൻവൈറ്റ്സ് റീഡേഴ്സ് ടു റിഫ്ലക്റ്റ് ഓൺ ദ പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓഫ് സച്ച് experiences and the ways in which they shape our understanding of ourselves on the world around us. കലയുടെ രൂപപരിണാമ ശക്തിയെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിലൂടെ അത്തരം അനുഭവങ്ങളുടെ ആഴത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചും അവ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ രൂപപ്പെടുത്തുന്ന രീതികളെക്കുറിച്ചും ചിന്തിക്കുവാൻ കവി വായനക്കാരെ ക്ഷണിക്കുന്നു. Well, friends, these are the essays and this is the end of this video. Now, see you soon with another video. Until then, bye-bye.